ഇനി അടുത്ത സൈറ്റിലേക്കുള്ള യാത്രയാണ്. എല്ലായിടത്തും ഇടയ്ക്കിടെ എത്തി ഇതിന്റെ പ്രവർത്തനം വിലയിരുത്തുന്ന ഇദ്ദേഹം വീടുകൾ പോലെ ഉള്ളിടത്ത് ഇത് സ്ഥാപിക്കുമ്പോൾ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ആരുപയോഗിച്ചാലും തീർത്തും സുരക്ഷിതമാണെന്നും വിരലുകൾ എത്തുന്നതിലും താഴേക്ക് മാത്രമായാണ് ഇതിന്റെ ബ്ലേഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നും ഇദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കിക്കുന്നു. ഇങ്ങനെയുള്ള എന്ത് സംശയങ്ങൾക്കും വേണ്ട മറുപടി മനസ്സിലാക്കി നൽകുകയും പ്രവർത്തിച്ച് കാട്ടുകയും ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ സേവനത്തെയും ഇന്റേണൽ ക്രഷർ ഫംഗ്ഷനിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഗുണങ്ങളെയും കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു നൽകുന്നതിനായി എഞ്ചിനീയറായ പങ്കജ് നമ്പ്യാരും വീട്ടമ്മമാരും നമുക്ക് മുന്നിലെത്തുകയും ചെയ്തു. ഞാനിപ്പോൾ ലാസ്റ്റ് വൺ ഇയറായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ട് ഇതൊരു നല്ലൊരു വീട്ടിലേക്ക് നല്ലതാണിത്. അത് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം ഒഴിച്ച് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഡ്രെയിൻ ചെയ്ത് പോകുന്നത്. അത് പൗഡർ പോലെ പേസ്റ്റ് പോലെയാകും. ശരിക്കും അതിൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ്. അത് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് അത് പോകും. എല്ലാം കൂടെ ഈവൻ ഹാർഡ് പർട്ടിക്കിൾസ് വരെ ഇടാം. ഈ ബോൺസ്, ചിക്കൻ ബോൺസ് അതൊക്കെ ഇടാം. അതൊക്കെ പൊടിഞ്ഞ് ചെറിയ പൗഡർ പോലെ ആയിട്ട് പോകും. ഓഫ് കോഴ്സ് ഇത് കേരളത്തിൽ എപ്പോഴും അനുയോജ്യമായിരിക്കും. ഒന്നാമത് വലിയ മെട്രോ സിറ്റി ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കൊച്ചിൻ പോലുള്ള സിറ്റിയിൽ ഇത് ഏറ്റവും അത്യാവശ്യമാണ്. വേസ്റ്റ് ഇപ്പോൾ പുറത്തോട്ട് കൊണ്ടുപോകണ്ട, അല്ലെങ്കിൽ എല്ലാവർക്കും ബണ്ടിൽ കെട്ടി അതെവിടെ കളയും എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അല്ലെങ്കിൽ വീടുള്ളവർക്ക് ഇത് കാറിൽ എടുത്ത് വെച്ച് കൊണ്ടുപോകേണ്ടി വരും. ഇപ്പോൾ ആ പ്രോബ്ലം ഇല്ല. ഇപ്പോൾ ജസ്റ്റ് മോർണിംഗ്സ് ബിഫോർ 10 o'clock ഇവിടെ വേസ്റ്റ് ബിന്നിൽ കൊണ്ട് ഇട്ടാൽ മതി. നമ്മളത് സാഗ്രിഗേറ്റ് ചെയ്യണമെന്ന് മാത്രം. വീട്ടിൽ ഫുഡ് സാഗ്രിഗേറ്റ് ചെയ്യുക, അതിൽ കൊണ്ടിടുക, ദാറ്റ്സ് ഇറ്റ്. യൂസർ ഫ്രണ്ട്ലി ആണ് ആൻഡ് ഞങ്ങൾക്ക് ഭയങ്കര ഈസിയാണ്. വർക്കിംഗ് പീപ്പിളിന് വീട് വളരെ ക്ലീനാണ്. പോകുമ്പോൾ ജസ്റ്റ് ഡിസ്പോസ് ചെയ്തിട്ട് പോയാൽ മതി. കളക്ഷൻ ഇല്ല, വീട്ടിൽ കളക്ഷൻ ഇല്ല. ഡേ ടു ഡേ ക്ലിയറൻസ് ഉണ്ട്.